ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഡിഷാണ്. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് എയർ ഫ്രയർ യൂസ് ചെയ്ത് ഗ്രില്ല് ചെയ്തെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആക്ച്വലി ഞാൻ ഈ എയർ ഫ്രയർ മേടിച്ചിട്ട് 2-3 വർഷമായി. അപ്പോൾ ആദ്യമൊന്നും അതിനകത്ത് എനിക്ക് ചിക്കനൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഗ്രാജുവലി പഠിച്ച് ആണിപ്പോൾ ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നതിലും ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫുൾ ചിക്കൻ വിത്ത് സ്കിന്നോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കിന്ന് വെച്ചുണ്ടാക്കുവാണെങ്കിൽ നമുക്കതിനകത്ത് അഡീഷണൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സ്കിൻ എടുത്തു കളഞ്ഞിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എണ്ണയും കൂടെ ഒഴിച്ച് വേണം മാരിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിക്കൻ ഇച്ചിരി ഡ്രൈ ആയി പോകും. അപ്പം വിത്ത് സ്കിന്നാണ് ചെയ്യുന്നെങ്കിൽ ചിക്കൻ്റെ കംപ്ലീറ്റ് ഫാറ്റ് എയർ ഫ്രയറിൻ്റെ 2 തട്ടുണ്ട്. രണ്ടാമത്തെ തട്ടിൽ വന്ന് കളക്ട് ചെയ്ത് കിടക്കും. നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒട്ടും എണ്ണയില്ലാതെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രില്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് റെഫർ ചെയ്യാൻ പറ്റും. എയർ ഫ്രയറിന് ഇങ്ങനെ 2 തട്ടുകളാണുള്ളത്. നമ്മൾ ചിക്കൻ ഇതിലേക്ക് വയ്ക്കും. ഇവിടെ ഇങ്ങനെ ഈ മെഷ് ഉള്ളതുകൊണ്ട് ചിക്കനകത്തെ കംപ്ലീറ്റ് എണ്ണ ഉരുകി ഈ പാത്രത്തിലേക്ക് വീഴും. നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിതിനകത്ത് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എയർ ഫ്രയറിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് കഴുകി തൊലിയൊന്നും കളയാതെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത മസാല എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. മുളകും മഞ്ഞളും കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നാരങ്ങാ നീരിൽ അരച്ചെടുക്കണം. 2 നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അരച്ച മസാല നമുക്കിനി അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ഈ ചിക്കൻ നമുക്കൊന്ന് പൊളന്നെടുക്കണം. നടുവെ ഒന്ന് പൊളന്നേച്ചാൽ മതി. പൊളന്നേച്ച് നമുക്കത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ ആ ബ്രസ്റ്റൊക്കെ ഒന്ന് ഒരു ഹാമറും കൊണ്ടൊന്ന് അടിച്ച് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കണം. പിന്നെ 2 സ്ലിറ്റും ഇടാം. ഇങ്ങനെ 2 സ്ലിറ്റ് ഇടാം. എന്നിട്ട് നമുക്ക് ഈ മസാല അങ്ങോട്ട് നന്നായിട്ട് പുരട്ടി അതിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തേച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എപ്പോഴും ഓർത്തോണം മാരിനേറ്റ് ചെയ്യാനായിട്ട് ചിക്കൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, വെളിയിൽ വെക്കരുത്. എത്ര നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നു അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക്. ഓവർനൈറ്റ് വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല സോഫ്റ്റ് ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചിക്കനെ ഗ്രില്ല് ചെയ്യാം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചിക്കൻ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എയർ ഫ്രയറിനകത്തേക്ക് നമുക്കിതിൻ്റെ ഒരു സൈഡ് 12 മിനിറ്റ് ചെയ്യണം ഫുൾ പവറിൽ. അപ്പോൾ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ആക്ച്വലി ബാർബിക്യൂ ചിക്കനെ കഴിഞ്ഞ് ഭയങ്കര ടേസ്റ്റിയാണ് എയർ ഫ്രയറിനകത്ത് ഉണ്ടാക്കുന്നത്. അത് ശരിക്കും ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ആദ്യമൊന്നും ഞാനത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുമായിരുന്നു. പിന്നെയാണത് പഠിച്ചെടുത്തത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇനി ഒരു 12 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ആ 12 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിനൊരു സോസും കൂടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗാർലിക്കിൻ്റെ സോസാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സാധനം മതി. ഗാർലിക്കും ഉപ്പും നാരങ്ങാനീരും ഒലിവ് ഓയിലും എല്ലാം കൂടെ കൂടി നമ്മൾ മിക്സിക്കകത്തിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എയർ ഫ്രയർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് മറിച്ച് ഇടണം. ശരിക്കും മറിച്ചങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് അടുത്ത സൈഡും കൂടെ കൂടി 12 മിനിറ്റ് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് കഴിക്കുന്നത് കുപ്പൂസും പിന്നെ ഗാർലിക്കിൻ്റെ സോസും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പിലിട്ട ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ എയർ ഫ്രയറിലുണ്ടാക്കിയ ഫുൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എയർ ഫ്രയർ ഉള്ളവരൊക്കെ ഇങ്ങനെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.